കോളേജിൽ പോവാളതല്ലേ ഇതുവരെ ടീ തേത്തി എഴുന്നേറ്റില്ലേ ബേബി? ആഹാ, ഇവിടെ കിടന്ന് ഉറങ്ങുകയാണോ? ഇപ്പൊ ശരിയാക്കി തരാം. എഴുന്നേറ്റോ നീയെ? Mama, 5 minutes, please, Mama. Sorry, it's DJ. ഒരു 5 മിനിറ്റ്സ് ഇല്ല, നീ എഴുന്നേറ്റ്. ഇനി നീ കിടന്ന ഞാൻ ജിമ്മിനെ വിളിക്കുവേ. അയ്യോ മമ്മ, ഞാൻ ബ്രഷ് ചെയ്യാൻ പോയി. നീ അധികം ഇവിടെ ആയി പറഞ്ഞ് കളിച്ചോണ്ട് നിൽക്കാതെ മര്യാദയ്ക്ക് ഫ്രഷ് ആയിട്ട് താഴത്തേക്ക് വന്നിടണം. ഇല്ലെങ്കിൽ ഞാനിപ്പോ ജിമ്മിനെ വിളിക്കും കേട്ടോ. വേഗം വരാം മമ്മ. ജീനി, തേക്കുട്ടി എണീറ്റില്ലേ? അവനോട് പോയി റെഡി ആവാൻ പറഞ്ഞു. എനിക്ക് നിൽക്കാൻ നേരില്ല, അല്ലെങ്കിൽ അവൻ ജിമ്മിനൊപ്പം പോണ്ടി വരും കോളേജിലേക്ക്. ഞാൻ പോയി വിളിച്ച് റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ താഴേക്ക് വരുന്ന വിചാരിക്കാം. മമ്മ, ബ്രേക്ക്ഫാസ്റ്റ് വേഗം എടുത്ത് വെക്കേ. ടീ ഓടാതെ മോനെ, വീഴും. നീ എന്തിനാ ഈ കിടന്ന് ഓടുന്നേ? സോറി മമ്മ. മമ്മ, ബ്രേക്ക്ഫാസ്റ്റ്. ഇനി മോനെ ഫുഡ് കൊടുക്ക്. മോനെ, ഡാഡിക്ക് ഇപ്പൊ തന്നെ ഇറങ്ങണം. മോനെ, ജിമ്മിനൊപ്പം ഇന്നത്തെ ദിവസം പോകൂ കോളേജിലേക്ക്? ഇല്ല, ഞാൻ പോവില്ല. മമ്മ, ഈ ഫുഡ് നന്നല്ല, എനിക്ക് ഇഷ്ടമായില്ല. ജീനി, തേക്കുട്ടിന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാറുന്നല്ലേ? ഇവിടെ ആർക്കും സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കണ്ട. എന്താ നീ ഇപ്പോഴും ചെറിയ കുട്ടിയാണോ? അത് കഴിക്കില്ല ഇത് കഴിക്കില്ല എന്ന് പറയാൻ വെച്ചത് എന്താണോ അത് മുഴുവനായിട്ട് കഴിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വേഗം കഴിക്ക്. ഇന്ന് നിന്നെ കോളേജിൽ ഞാനാ കൊണ്ടുവിടുന്നത്. ജിമ്മി, നീ എന്തിനാ അവനെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അവൻ പേടിച്ചിരിക്കുന്ന കണ്ടില്ലേ? നിന്നെ കണ്ടാൽ തന്നെ അവന് പേടിയാ. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ ജിമ്മി? ഇത് ഹോട്ടലൊന്നല്ല അവൻ പറയുമ്പോഴേക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ജീനുവ മാത്രമേ ഇവിടെ ജോലി ചെയ്യുന്നുള്ളൂ. അവനത് മനസ്സിലാക്കിയത് എന്താ? നിന്റെ കഴിക്കൽ കഴിഞ്ഞ് എണീറ്റ് വാ. എനിക്ക് ടൈമില്ല. 1 മിനിറ്റ്, അതിനുള്ളിൽ എനിക്ക് പോയേ പറ്റൂ. മമ്മ, എനിക്ക് മതി. പോവാ. അവനിപ്പോ കാട്ടിയിട്ട് പോയത് എന്തോ? അവന്റെ വാശി. അവന് വേണ്ടായിരുന്നെങ്കിൽ മുന്നേ പറയായിരുന്നു. ഞാൻ രണ്ടാമത്തെ വിവാഹം കഴിക്കില്ലായിരുന്നു. ഇതിപ്പോ നിങ്ങൾ ഇവിടെ കൂട്ടിക്കൊടുത്ത് കഷ്ടപ്പെടുത്തുന്ന അവസ്ഥയല്ലേ? അവൻ എന്തെങ്ങനെ പെരുമാറുന്നെന്നാ? തേ അംഗീകരിക്കാൻ അവന് കഴിയുന്നില്ലേ? എപ്പോഴും തേയോട് നിന്നോട് അവൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അവന്റെ മനസ്സിരിപ്പ് എനിക്ക് പേടി കിട്ടുന്നുമില്ല. ഞാൻ അവനോട് എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ അവൻ പെരുമാറുന്നത്. എന്താ ഏട്ടാ അത്? ജിമ്മി ചെറിയ കുട്ടിയായിരിക്കുമ്പോഴല്ലോ നമ്മുടെ വിവാഹം നടന്ന്. ഇപ്പൊ ഈ അടുത്തല്ലേ? ഒന്നാമത് എൻ്റെ മകനത്തെ ജിമ്മിക്ക് ഞങ്ങളെ അംഗീകരിക്കാൻ സമയം വേണ്ടി വരും. പക്ഷെ അംഗീകരിച്ചു തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. തേയോട് അധികാരത്തോടുള്ള സംസാരം, പിന്നെ എനിക്ക് വേണ്ടി കെയർ ചെയ്തിട്ടാ തേയോട് സംസാരിച്ചതെന്ന് ഏട്ടൻ ശ്രദ്ധിച്ചില്ലേ? ആവശ്യമില്ലാത്തൊന്നും ഏട്ടൻ വിചാരിക്കണ്ട. അവൻ എന്നെ മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിച്ചാൽ മതി. അവൻ എന്നെ വെറുത്താ അതെനിക്ക് സഹിക്കില്ലടോ. നോക്കി നിൽക്കുന്ന വണ്ടി കയറടാ. നേരം വൈകി. നീ നേരം വൈകി വന്നിട്ടല്ലേ? കുറച്ചും കൂടി കഴിക്കുന്നെങ്കിൽ ഈ ഷോപ്പിലെ ആൾക്കാർ എനിക്ക് ശമ്പളം തന്നെ ഇവിടെ സെക്യൂരിറ്റി ചെയ്യുന്നതിന്. ആഹാ, തേയുണ്ടല്ലോ. നീ ഇനി ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് വണ്ടി കയറാതിരിക്കുകയാണെങ്കിൽ ഈ ഷോപ്പിന് മുന്നിലെ സെക്യൂരിറ്റി ആയി നിൽക്കാൻ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് നിന്റെ യോഗം. അയ്യോ എന്റെ പൊന്നു ജിമ്മി, അങ്ങനൊന്നും ചെയ്യില്ലേ. ഞാൻ വാടി കൂടെ വെയിലത്ത് വന്നു കഴിഞ്ഞാ ഞാൻ കേറി ദേ വണ്ടി എടുത്തോ. ഗുഡ് മോർണിംഗ് തേ. ഗുഡ് മോർണിംഗ്. കാല് താഴെയിട്ട് ശരിക്കും ഇരിക്കട്ടെ. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കോളേജിലെ ഫ്രണ്ട്സായിട്ടൊന്നും അധികം കൂട്ടുവേണ്ട, പ്രത്യേകിച്ച് ആ കുക്കിയായിട്ട്. നീ എനിക്ക് പ്രോമിസ് തന്നെ. പ്രോമിസ് തന്ന പ്രോമിസ് നീ മറക്കരുത്. പിന്നെ കോളേജ് വിട്ടാൽ നേരെ വീട്ടിലെത്തിക്കോണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതെന്നിട്ട് കോളേജ് എടുത്താറായി, ഇറങ്ങിക്കോ. ഹേയ്, ഗുഡ് മോർണിംഗ് ബേബി. ഹായ് കുക്കി. എടാ ജിമ്മി, അങ്ങോട്ട് നോക്കൂ. നീ പറഞ്ഞ പ്രോമിസ് അവൻ നല്ലോണം പാലിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഓ, ഈ കുക്കീനെ ഞാൻ കുക്കി പൊടിക്കുന്ന പോലെ പൊടിക്കും. എപ്പോ നോക്കിയാലും തേയില ഇത് ഒട്ടിക്കൊണ്ട് നിന്നോളും. ഹേയ് ബേബി, വാട്ട് ഹാപ്പൻഡ്? എന്തും നിന്റെ സ്റ്റെപ്പ് നിന്നെ ചീത്ത പറഞ്ഞോ? അതാണോ? ചീത്ത കേൾക്കാത്ത നാളുകളില്ല കുക്കി.
അറുപ്പും വെറുപ്പും ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ചില സമയത്ത് എന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എൻ്റെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപെടുന്ന എന്തിനാ? ഒരു പ്രതീക്ഷ എനിക്ക് തന്നിട്ട് കുറച്ച് നിമിഷങ്ങൾക്കകം അത് തല്ലി ഉടയ്ക്കും. എവിടേക്കെങ്കിലും ഓടിപ്പോയാലും തോന്നിപ്പോവും. പിന്നെ എൻ്റെ മമ്മയ്ക്ക് വേണ്ടിയിട്ടാ ഞാനിങ്ങനെ. ആരുമില്ലടാ എനിക്ക്. വാട്ട്? എന്താ നീ പറഞ്ഞി? ഞാൻ നിന്റെ ആരാടാ? ഞാൻ നിന്റെ ആരുമല്ല, നിന്റെ ഫ്രണ്ട് അല്ലടാ. എടാ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും ഞാനുണ്ട്. അയ്യോ കൊക്കി വേദനിക്കുന്നു, വിടടാ. ഓക്കെ. ഇമെയിലേക്ക് ഞാൻ സെൻഡ് ചെയ്യാം. കുറച്ച് കറക്ഷൻസ് ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ തന്നെ അത് ഇമെയിൽ ചെയ്തോളാം. താങ്ക് യു. ഇതൊരുപാട് കറക്ഷൻസ് ഉണ്ടല്ലോ. നീ എന്താ ഓഫീസിൽ തന്നെ വീടാക്കാനുള്ള ഉദ്ദേശമാണോ? വീട്ടിൽ പോകാറൊന്നും ആയില്ലേ നിനക്ക് ജിമ്മി? നിനക്ക് പോകാൻ സമയമായെങ്കിൽ നീ പൊക്കോ. അല്ല, വീട്ടിലെത്തി വിളിച്ചു വെച്ചോ. നിനക്ക് വിളിച്ചു വെച്ചാൽ പോരെ. നീ എന്തിനാ എന്നോട് പറയുന്നേ? നിനക്ക് അവനെ ഇഷ്ടമല്ല, അവനോട് താല്പര്യമില്ല, പക്ഷെ അവനെക്കുറിച്ച് കെയർ ചെയ്യുന്നുണ്ട്. എന്തുവാടാ? ഹോപ്പേ, ചോദിച്ചതിന് മാത്രം മറുപടി. വേർഡ്സ് കൂട്ടിച്ചേർത്ത് ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. വീട്ടിലെത്തിക്കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിഞ്ഞ് ചായയും കുടിച്ച് ഗെയിമും കളിച്ച് കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞ് രാത്രിത്തെ ഫുഡും കഴിഞ്ഞ് കിടന്ന് പല്ലേച്ച് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാനും കിടന്നു. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ വേണോ നിനക്ക്? വേണ്ട, ഇത് മതി. ജിമ്മി, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിനക്ക് വെറുപ്പാണ്, ഇഷ്ടമല്ല. അവൻ്റെ മുന്നിൽ നീ എത്ര വെറുപ്പിക്കുന്നു അവനെ അത്രയും വെറുപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ അറിയാതെ അവനെ കെയർ ചെയ്യുന്നു, അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. ഇത് എന്ത് തരം ഇഷ്ടമാണ് നിന്റെ മനസ്സിൽ? നീ അവനെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഈ പോക്കാണെങ്കിൽ അവൻ നിന്നെ വിട്ടുപോകും. വാട്ട് യു മീൻ ഹോപ്പ്? സോറി, ഞാൻ നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. എടാ, നീ നിന്റെ മനസ്സിലുള്ള ഫീലിങ്സ് അവനോട് തുറന്നു പറയാതെ അവൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കാതെ ഇരുന്ന് ഇതുപോലെ അവനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായാലും നിന്നെ വിട്ടുപോകും. പിന്നെ അവന് അപ്പുറത്തൊരു ഓപ്ഷനും കൂടി ഉണ്ട്, കുക്കി. അവനെ നന്നായി കെയർ ചെയ്യുന്ന ബെറ്റർ പേഴ്സൺ. ഹോപ്പ്, വാട്ട് ആർ യു ടോക്കിംഗ്? ആർ യു ഔട്ട് ഓഫ് ഓൾ മൈൻഡ്? എന്നെക്കാട്ടും ബെറ്റർ പേഴ്സൺ ആണോ ആ കുക്കി എന്ന് പറയുന്നവൻ അവന് വേണ്ടി? ഞാൻ അവനെ എത്ര കെയർ ചെയ്യുന്നു നീ കാണുന്നതന്നെയല്ലേ? എന്റെ കെയറിങ്ങിനായിട്ട് നല്ല കെയറിങ്ങാണ് അവൻ കൊടുക്കുന്നത്. പിന്നെ നീ എന്താ എന്റെ ഫീലിങ്സിനെ പറ്റി പറയുന്നത്? നീ എന്താ എന്റെ മനസ്സ് വായിച്ചിരിക്കാൻ നീ എന്താ മനഃശാസ്ത്രജ്ഞനോ? അല്ലല്ലോ. നിനക്ക് ഞാനിവിടെ കൂലി തരുന്നത് മനഃശാസ്ത്രജ്ഞന്റെ ജോലി ചെയ്യാനാണോ അതോ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാനാണോ? പോയിരുന്ന് വർക്ക് ചെയ്. ഗെറ്റ് ഔട്ട്. പോത്തിന്റെ ചെവിയിൽ വേദവതാകുമ്പോ എന്നെ വേണം പറയാം. ഇതെന്താ ഇത്ര ബഹളം? വാട്ട് ഈസ് ദിസ്? എന്താ അവിടെ നടക്കുന്നത്? അത് വേറൊന്നുമില്ല മോനെ, ഇന്നൊരു പാർട്ടി പോലെ വെക്കാന്ന് വിചാരിച്ചതാ. വേറെ ആരുമില്ല, കുക്കിമോനും അതുപോലെ യൂഞ്ചിമോളും. ഈ നട്ടപാത്രിക്കാണ് പാർട്ടിയും കൂത്തൊക്കെ എന്നോ ഈ കാട്ടി കൂട്ടുന്നത്? രാത്രി ആർക്കും ഓർമ്മയൊന്നും വേണ്ടേ? തേക്ക് പഠിക്കാനുള്ളതല്ലേ, എന്നിട്ടാണ് ഈ കാട്ടിക്കൂട്ടല്? ഒന്നാമത് നീ എപ്പോഴാണ് ഇവിടെ വന്നത് ഹോപ്പേ? നിന്റെ ഓഫീസ് വർക്ക് കഴിഞ്ഞപ്പോഴേ ഞാൻ നിന്റെ സ്റ്റാഫ് അല്ലല്ലോ, അപ്പൊ നേരെ ഞങ്ങൾ വിളിച്ചപ്പോ ഇങ്ങോട്ട് പോന്നു. പിന്നെ എന്റെ യൂഞ്ചുമോൾ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഫ്രഷ് ആയി വരുമ്പോഴേക്കും ഇവിടേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം. ഈ പാട്ടും കൂത്തൊക്കെ ഇപ്പൊ നിർത്തിക്കോണം. നട്ടപ്പാതിരേക്കാം ഓരോന്നും. കുക്കി, ആ പോകുന്ന പോക്കിട്ട് നീ എന്തിനാണ് എങ്ങനെ നോക്കിയിട്ട് പോകുന്നത്? ആരോണു മൈ സിസ്റ്റർ, അങ്ങേർക്ക് എന്നെ കണ്ട ഇങ്ങനെ തന്നെയാ. വല്ല ക്രീമിൽ അടിച്ചു വരണ്ടിയാ. അതിനുള്ള മരുന്ന് എന്റെ കയ്യിലല്ല സിസ്റ്റർ, ഞാൻ എന്ത് ചെയ്യും? എന്താ ഫോണിൽ നോക്കിയിരിക്കുന്നേ? ഓ വാവ്, ഗിവ് മീ ഫോൺ. ഫോൺ താ കുക്കി, ഫോൺ താടാ. തരാം. ഓ, കിമി കടി വന്നു. കം ഹിയർ. നീ വാ എന്റെ കൂടെ. ഇവനെന്താ കാണിക്കുന്നത്? കുക്കി, എന്തു പറ്റി? അല്ല, എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഹോമിപ്പത്തിലല്ലോ. അവന്റെ ഡ്രാക്കുൾ അവനെ കൊണ്ടുപോയിട്ടുണ്ട്, അവന്റെ ചോര മുഴുവൻ ഊറ്റി കുടിക്കാൻ. പാവം എന്റെ ബ്രദർ ഇൻ ലോ, വൈ യുവർ ഫ്രണ്ട് ജിമ്മി ഡോണ്ട് ലൈക്ക് മീ? ആഹാ,
എൻ്റെ പൊന്നു കുക്കി മോനെ, നീ ആരുടെ തേ ചോക്കുന്നേ? ഇങ്ങേരെ അടുത്തോ? ഇങ്ങേരെ ലൈഫിൽ നടക്കുന്നതന്നെ അങ്ങേർക്ക് അറിഞ്ഞൂടാ, പിന്നെയാണ് ജിമ്മിൻ്റെ ലൈഫിൽ എന്താന്ന്. എടാ, ഇത്രയും നേരമായിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ കൂടെ തേ നിൽക്കുമ്പോൾ അത് ജിമ്മിന് പിടിക്കുന്നില്ല, ജലസ് അടിക്കുന്നതാ. അതാ പ്രശ്നം. നിനക്കിപ്പോഴും കാര്യം പിടികിട്ടില്ല. ഓ അങ്ങനെ. എന്നാൽ ഇത് ഭാര്യയെ സമ്മതിച്ചതിരിക്കുന്നു. അവന്റെ മനസ്സ് പെട്ടെന്ന് വായിച്ചെടുത്തല്ലോ. ആ, പെൺപിള്ളേർക്ക് അല്ലെങ്കിലും ദൈവം അറിഞ്ഞൊരു കഴിവ് കൊടുത്തതാണ് മറ്റുള്ളവരുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ. പക്ഷേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ ഒരാൾക്കും പറ്റില്ല. ആ നോട്ടത്ര ശരിയല്ലല്ലോ. എന്നെ വീട് എന്തിനിപ്പ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? എന്റെ പറയാളേച്ച അവിടെ നിന്ന് പറഞ്ഞാ പോരെ? നീ ഒരു തെനി ചെയ്യാതെയാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കുന്നത് ആണോ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ അവനോട്ട് കൂട്ടുകൂടരുതെന്ന്. എന്നിട്ട് അവനോട്ട് ക്ലോസ് ആവുകയായിരിക്കും ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ അനുസരിക്കാത്തത് നിനക്കുള്ള പണിഷ്മെന്റ് ഞാൻ തരേണ്ടതേ. ഞാൻ ആരുടെ കൂടെ കൂട്ടുകൂടണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. എന്റെ ലൈഫിൽ മറ്റൊരാൾക്ക് ഡിസിഷൻ എടുക്കാൻ ഞാൻ അവകാശം കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ വല്ല പട്ടിയോ പൂച്ചയോ എന്നല്ല, ഇൻസ്ട്രക്ഷൻസ് ഒന്നും വളർത്താൻ വേണ്ടി. വൈറ്റേ വൈ, ഇതുവരെയ്ക്കും നീ എന്റെ നേരെ ശബ്ദം ഉയർത്തുന്ന സംസാരിച്ചിട്ട് പോലില്ല. ഇപ്പൊ നീ അതും ചെയ്തിരിക്കുന്നു, അതും അവന് വേണ്ടി. ഐ വിൽ പണിഷ് യു ദേ, ഐ വിൽ പണിഷ് യു. നോ, എന്നൊന്നും ചെയ്യരുത്. അവന് വേണ്ടി നീ എന്നെ എതിർക്കുന്നു, എന്നെ എതിർത്ത് സംസാരിക്കുന്നു. ഹീ ഈസ് ഇമ്പോർട്ടൻറ്റ് വിത്ത് യു, ഐ എം നോട്ട് ഇമ്പോർട്ടൻറ്റ് യു. ഐ എം റൈറ്റ്? എന്താ നീ ആയിട്ടുള്ള റിലേഷൻ? ഡു യു ഫീൽ ഫോർ ഹിം? ഡു യു ലവ് ഹിം? ടെൽ മി ദേ, what is the reason I am not important with you? That boy, Cookie, I hate him. Do you like him? Or do you love him? Any crush? Tell me, they. Tell me, what about that? നീ പറയുന്നില്ല അല്ലേ? എന്നെ ചെയ്യരുത്, എനിക്ക് പോണം. ആ വിട്, എന്നെ വിട. എന്റെ കയ്യിൽ നിന്ന് നീ ഒരിക്കലും വിട്ടു പോയില്ലതേ. മതിയൊക്കെ ചിമ്മി, നിർത്ത്. ഞാൻ ഇതിന് മാത്രം നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ചില നിമിഷങ്ങളിൽ തോന്നും നീ എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളെന്ന്. ചിലപ്പോൾ തോന്നിപ്പോ നീ എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നതെന്ന്. ചിമ്മി, ഞാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല നിന്റെ ബ്രദറായിട്ട് ഇവിടെ കയറി വന്നത്. എന്റെ നിവർത്തികേടുകൊണ്ട, എന്റെ മമ്മയ്ക്ക് വേണ്ടിയാ. നിനക്ക് ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. നീ എന്റെ മമ്മയെ വേദനിപ്പിക്കാതിരുന്നാൽ മതി. നീ ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. പക്ഷെ ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നീ ഇങ്ങനെ പെരുമാറാൻ. ബേബി, ഡോണ്ട് ക്രൈ, ഐ എം സോറി. അറിയല്ലേ, നീ ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറയുന്നത് നീ എന്നെ വിട്ട് ഇങ്ങോട്ട് പോവില്ല. പ്ലീസ്. ഇവിടെ നിന്നിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? നിന്റെ വെറുപ്പ് മുഴുവൻ ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കണോ? എന്തിനാ നീ ഇപ്പൊ ഈ സ്നേഹം കാണിക്കുന്നത്? ഇത്ര നേരം നീ എന്നോട് പെരുമാറിയത് എങ്ങനെയല്ലല്ലോ. അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് നീ അല്ലാതെ പറ്റില്ല. Because I love you, dear. I love you so much. എനിക്ക് എന്നോട് തന്നെ വെറുപ്പാറ്. നീ എൻ്റെ ബ്രദറായിട്ട് എന്തിനാ വന്നത്? എൻ്റെ പ്രണയം നിന്റെ മുന്നിൽ തുറന്ന് പറയാനും പറ്റാതെ, നിന്നെ എൻ്റെ ബ്രദറായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റാതെ, I can't handle this day. ചിമ്മി, നിനക്ക് എന്നെ വിട്ട് പൊഴിഞ്ഞു പോക്കാതെ ഞാൻ തടയുന്നില്ല. പോകുന്നതിന് മുമ്പ് you kill me. നീയില്ലാതെ എനിക്ക് പറ്റില്ലത്. നീ എന്തിനാ ചിരിക്കുന്നേ? ചിമ്മി, എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്. നിന്നെ വിട്ടുപോവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും എനിക്ക് പോവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത് ചിമ്മി. ബിക്കോസ് ഐ ലവ് യു ടു. ഐ ലവ് യു 2, 3, 4 much. ചിമ്മി, എന്നെ ഇവിടെ വാ. ഇത് എങ്ങോട്ടാ? ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബേബി, എന്താ പറയാ പറയ്. ഞങ്ങളുടെ ഇവിടെ തന്നെ ഇരിക്കുന്നില്ലേ? അതെ മോനെ, എന്താ മോനെ പറയാനുള്ളത്? അത് പിന്നെ എന്താ പറയണെന്ന് വേഗം പറയൂ. ഞങ്ങൾ കുറെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അത് വേറൊന്നല്ല, ഞങ്ങൾ രണ്ടുപേരും അങ്ങ് കെട്ടാൻ തീരുമാനിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടോ? വിരോധം ഉണ്ടെങ്കിൽ അത് അച്ഛൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. ഞാൻ എന്തായാലും ഇവനെ കൈവിടില്ല. ഞാനിവനെ കിട്ടും.
ഒരുമാതിരി എക്സ്പ്രഷനൊക്കെ? സാധാരണ ഷോക്കല്ലേ പതിവ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്ത് പറ്റി? നിങ്ങൾക്കിത് മുന്നേ അറിയാമായിരുന്നോ? ഞങ്ങൾക്ക് മുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഞങ്ങൾക്ക് ചെറുതായി ഒന്ന് വിശദീകരിച്ചു തന്നു. മോനെ, നിന്റെ ആഗ്രഹത്തിന് ഞങ്ങൾ എങ്ങനെ എതിര് നിന്നിട്ടുണ്ടോ? നിങ്ങളുടെ സന്തോഷമല്ലേ ഞങ്ങൾക്ക് വലുത്. എന്റെ പൊന്നു ഹോപ്പേ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലല്ലോടാ. ഞാൻ പോലും അറിയാതെ ഇത് നീ ഇവിടെ എത്തിച്ചല്ലേ. സോറിയുടെ ജിമ്മി, ഞാൻ എന്ത് ചെയ്യാനാ? നീയായിട്ട് വാ തുറന്ന് തേടത്തൊന്നും പറയത്തൂല, നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവരായിട്ട് എന്തെങ്കിലും ചെയ്തോട്ടെ വെച്ചിട്ട് പറഞ്ഞതാ. അല്ല, ഇനി നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്നാ കല്യാണം? നിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇപ്പൊ ഒന്നും കല്യാണം കഴിക്കുന്നില്ല. ആദ്യമൊന്നും ഞങ്ങൾ പ്രണയിക്കട്ടെ. ഞങ്ങൾ ഈ ലോകം മുഴുവൻ ചുറ്റി നടന്ന് പ്രണയിക്കട്ടെ, അല്ലേ തേ? നിനക്ക് വേറെ ഡ്രസ് ഒന്നും കണ്ടില്ലേ? ഇതുപോലത്തെ കുട്ടി ഡ്രസ്. ഇതിനെന്താ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ദേ, മിണ്ടാതെ വന്നോ, വേഗത മാറ്റ്. അയ്യോ ചിമ്മി, എന്താ ചെയ്യുന്നത്? വീട് വീടത്തില്ല. താങ്ക് യു തേ, എന്നെ അക്സെപ്റ്റ് ചെയ്തതിന്. ഞാൻ ചെയ്ത തെറ്റെല്ലാം നീ എന്നോട് ക്ഷമിച്ചല്ലോ. എന്റെ ജലസി കുറച്ച് കൂടുതലാണോ? കുറച്ചൊന്നല്ല, നല്ല കൂടുതലാ. എന്റെ കുക്കി അവൻ പാവാ. നിന്റെ കുക്കിയോ? ഏത് വകയില്? അവനോട് അത്ര ക്ലോസ് ആവണ്ട. ചിമ്മി പിണങ്ങല്ലേ? ഞാൻ പിണങ്ങിട്ടൊന്നുമില്ല. നീ എന്റേത് മാത്രമെന്ന് മറക്കരുത്.